നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വേഗത്തിൽ ട്രാപ്പലായ മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1925-ലാണ്. ഇസെ എന്നും റെനിൽ എന്നും പേരുള്ള രണ്ട് ചെസ് പ്ലെയേഴ്സ് തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ഇസെ വൈറ്റ് സൈഡും റെനിൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് F4 മൂവ് കൊണ്ട് കിങ്സ് ഗാംബിറ്റാണ് കളിക്കുന്നത്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്, പോൺ ഉപയോഗിച്ച് പോണിൻ്റെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീൻ H4ലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് G5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ G4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും അതിനുശേഷം ക്വീൻ ഉപയോഗിച്ച് കിങ്സിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുകയാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ H3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന് ആ പോൺ മുന്നോട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്യാം. എന്നാൽ വൈറ്റ് അങ്ങനെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്കും അതുപോലെ G4ലെ പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്കും ഈ F7ലേക്കുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടൊന്നും ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ക്വീൻ ഉപയോഗിച്ച് അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനിനെ H4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നതാണ്. വൈറ്റ് അത് തന്നെ ചെയ്യാണ്, കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എപ്പോഴും F7 സ്ക്വയറിലേക്ക് വൈറ്റിന് 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് വെച്ച് F7ലെ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ G4ലെ പോയിന്റ് എടുക്കാം. ഇവിടെ G4ലെ പോയിന്റ് എടുക്കുന്നെങ്കിൽ അടുത്ത മൂവിൽ D5 മൂവ് ചെയ്യുന്നതോടെ വൈറ്റിന് ഇത് രണ്ടിൽ ഒരു പീസ് നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് F7ലേക്ക് തന്നെ ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് F7ലെ പോയിന്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റിനിപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് നൈറ്റ് ഇട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ സപ്പോർട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, ബിഷപ്പ് വെച്ച് നൈറ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് ഒഴിവായിട്ടുണ്ട്. മൂന്നാമത്തത്, ബ്ലാക്കിൻ്റെ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്താലും ബ്ലാക്കിന് ആ നൈറ്റിനെ വെട്ടിമാറ്റിക്കൊണ്ട് കിങ്ങിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പ് വെച്ച് പോണായിട്ട് എടുത്തുകൊണ്ട് ആ നൈറ്റിന് ബിഷപ്പ് വെച്ച് സപ്പോർട്ട് കൊടുക്കുന്നു. ഈ ഒരു മൂവോടെ വൈറ്റിൻ്റെ നൈറ്റും ബിഷപ്പും അറ്റാക്കിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ വൈറ്റിന് അടുത്ത മൂവിൽ നൈറ്റ് ഉപയോഗിച്ച് ആ റൂക്കിനിട്ട് എടുക്കാം. എന്നാൽ ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനിന് F2 സ്ക്വയറിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട്. ആ ഒരു കൺട്രോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ G3 മൂവ് കൊണ്ട് ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ H3ലേക്ക് വന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം വൈറ്റ് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനിനെ E1ലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം G3 മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് പിന്നിങ്ങിലായതുകൊണ്ട് വൈറ്റ് പോൺ വെച്ച് പോൺ വെട്ടുന്നില്ല. പകരം H3 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നത് വൈറ്റിൻ്റെ ഈ G2ലെ പോണാണ്. ബ്ലാക്ക് ആ ഒരു പോണിനെ കൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F3 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി H3ലെ പോയിന്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിന് ബിഷപ്പിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ വെട്ടുന്നില്ല. പകരം നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോൺ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് കിങ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ബ്ലാക്കിനുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എല്ലാം നഷ്ടമാകുകയും വൈറ്റിന് സ്ട്രോങ് ആയിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ അവസരം കിട്ടുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്താലും അത് തന്നെയാണ് അവസ്ഥ. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ ബ്ലാക്കിന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ക്വീനിനെ E3ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ F3ലെ പോണിനൊരു അറ്റാക്ക് കൊണ്ടുവരാനും കഴിയും. ഇതും വൈറ്റിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഇട്ടാനോ അല്ലെങ്കിൽ പോൺ വെച്ച് പോൺ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്.
ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. ബിഷപ്പ് ഉപയോഗിച്ച് H3 പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവ് വളരെ സ്ട്രോങ് ആണ്. കാരണം വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ആവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടില്ലാത്ത നൈറ്റിനെ നേടിയെടുക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് G2 പോയിന്റ് കൊണ്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്, ഇവിടേക്ക് പോണിന് കൺട്രോൾ ഉണ്ട്, അതോടെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ നല്ല ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇനിയുള്ള പ്രധാന പ്രശ്നം ഈ സാക്രിഫൈസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നതാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് രീതിയിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ പോൺ ഉപയോഗിച്ച് ഒട്ടിയെടുക്കാം, അല്ലെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ഒട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ചാണ് ഒട്ടിയെടുക്കുന്നെങ്കിലും അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആവും. പോൺ ഉപയോഗിച്ച് ബിഷപ്പിന് ഒട്ടിയാണെങ്കിൽ G2 മൂവ് കൊണ്ട് ഒരു ഫോർക്കൻ ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. ഇപ്പോഴും വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല, എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്, അതോടെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് ബിഷപ്പിന് ഒട്ടുന്നില്ല, പകരം റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനും നൈറ്റും ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്ക് എങ്ങനെയാകും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനിന് സേഫായിട്ട് മൂവ് ചെയ്യാൻ ഒരുപാട് സ്കോറുകളുണ്ടെങ്കിലും എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും വൈറ്റിന് റൂക്ക് വെച്ചോ ക്വീന് വെച്ചോ G3 പോയിന്റ് ഇട്ടെടുക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനിനെ എങ്ങോട്ടെങ്കിലും തിരിച്ചു കൊണ്ടുപോകുന്നില്ല, പകരം ആ ക്വീനിൻ്റെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ഇപ്പോഴും വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ H1 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ക്വീനിട്ട് എടുക്കുന്നു. ഈ സമയത്ത് G2 മൂവ് കൊണ്ട് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആകുകയായിരുന്നു. ഇപ്പോഴും നേരത്തെ കണ്ട അതേ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്, ഈ സ്ക്വയറിലേക്ക് പോണിന് കൺട്രോൾ ഉണ്ട്, കിങ് ചെക്കിലുമാണ്, അതുകൊണ്ട് ചെക്ക്മേറ്റായി. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.